ആശയം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും സംരക്ഷകനുമായ ഏകനായ ജഗന്നിയന്താവിനോട്, സർവേശ്വരനോട്, റബ്ബുൽ ആലമീനോടുള്ള പ്രാർത്ഥനയാണ്. അവൻ്റെ മുമ്പിൽ മാത്രമേ പ്രാർത്ഥന, ആരാധന, നേർച്ചകൾ സമർപ്പിക്കാവൂ എന്ന വിഷയത്തിൽ ഇസ്ലാമിന് വിട്ടുവീഴ്ചയില്ല. ഈ കണിശവും കൃത്യവുമായ ഏകദൈവ സിദ്ധാന്തം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ വിട പറഞ്ഞിട്ടുള്ളത്. ഈ ഏകദൈവ വിശ്വാസം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ മുസൽമാൻ സ്വീകരിക്കേണ്ടുന്ന കാഴ്ചപ്പാടിനെക്കുറിച്ചും വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ പ്രവാചകൻ വിട പറയുന്ന ഘട്ടത്തിൽ തൻ്റെ സമൂഹത്തിലേക്ക് ബഹുദൈവ വിശ്വാസം കടന്നു വരാതിരിക്കാനുള്ള വളരെ കൃത്യവും വ്യക്തവുമായ മുൻകരുതലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മഹാന്മാരെ മറമാടപ്പെട്ട സ്ഥലങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല എന്ന സന്ദേശം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പത്നിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോഴും അനുയായികൾക്ക് നൽകിയ അന്തിമ ഉപദേശത്തിൽ നമുക്ക് കാണാം, പൂർവിക സമൂഹങ്ങൾ അവർക്ക് ദൈവശിക്ഷ വരാനുള്ള പ്രധാന കാരണം തങ്ങളുടെ പ്രവാചകന്മാരെ മറമാടിയ സ്ഥലങ്ങളെ പടുത്തുയർത്തി ആരാധനാ കേന്ദ്രമാക്കി തീർത്തതാണ്. മഹാന്മാരെ മറമാടിയ സ്ഥലങ്ങളെ കെട്ടിയുയർത്തിക്കൊണ്ട് ജാറങ്ങളാക്കുന്ന, ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന, അവിടങ്ങളിലേക്ക് വന്നു ചേരുന്ന വിശ്വാസികളിൽ നിന്ന് പണം പിടുങ്ങുന്ന ചൂഷണത്തിൻ്റെ ഏർപ്പാട് മതം അംഗീകരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും ഈ ചൂഷണത്തിനെതിരെ തൻ്റെ അനുയായികളെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വളരെയും കൃത്യവും വ്യക്തവുമായ ഏകദൈവ വിശ്വാസത്തിലും മരണാനന്തര ജീവിതത്തിലും അധിഷ്ഠിതമായ ഒരാദർശം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസ പ്രമാണം പഠിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ വളരെ വ്യക്തവും കൃത്യവുമായി അന്യമത സമൂഹങ്ങളോടുള്ള നിലപാടിനെ കുറിച്ചും ഇസ്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. ഏകനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഖുർആൻ വളരെ വിശദമായി പ്രതിപാദിക്കുന്നു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം. ഏകനായ ജഗന്നിയന്താവായ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആരാധ്യനെ അവരും ചീത്ത വിളിക്കാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഏകദൈവ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും അന്യമതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അപഹസിക്കുന്ന, നിന്ദിക്കുന്ന സമീപനം ഇസ്ലാമിൻ്റെ അനുയായിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ കണിശമായും വ്യക്തമായും ബോധ്യപ്പെടുത്തുന്നു. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മഹത്തായ സന്ദേശമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ ഭീകരതയായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിക ഭീകരത എന്നൊരു പദം പോലും ഇന്ന് കടന്നു വന്നിരിക്കുന്നു. സത്യത്തിൽ ഭാഷാപരമായി ഒരിക്കലും സന്ധി ചെയ്യാത്ത രണ്ട് പദങ്ങളാണത്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമാധാനം, ശാന്തി, സമർപ്പണം എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ ഒരിക്കലും സന്ധി ചെയ്യാത്ത പദമാകുന്നു ഭീകരത എന്നത്. ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് വിശുദ്ധ ഖുർആൻ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഈ ഗ്രന്ഥമെടുത്തു പരിശോധിച്ചാൽ ആ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. അന്യായമായ ഒരു മനുഷ്യനെ കൊല ചെയ്താൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിന് തുല്യമാണ്. ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ് എന്നാണ് സഹിഷ്ണുതയുടെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമായ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ പരമകാരുണ്യകൻ എന്ന സൃഷ്ടാവിൻ്റെ ഗുണവിശേഷം ഏകദേശം 56ഓളം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. കരുണാനിധി എന്ന, റഹീം എന്ന ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ നാമവിശേഷണം 113ഓളം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുകയും എരിയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാത്ത മതപ്രബോധനവും മതപ്രവർത്തനവും നിഷ്ഫലമാണെന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത നിലക്ക് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ മതം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ മതം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ മതത്തിൻ്റെ അനുയായികളെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മതത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കൊരു ബാധ്യതയുണ്ട്. തൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നതാണ്. മതത്തിൻ്റെ സന്ദേശങ്ങൾ സ്വന്തമായ കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഇല്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിശദമായും വ്യക്തമായും പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മതത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്.
ആ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മതത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച ഈ മതത്തിൽ പൗരോഹിത്യമില്ല, മതത്തിൽ ചൂഷണമില്ല. പക്ഷേ കാലാന്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന മതപുരോഹിതന്മാർ സ്വന്തം താല്പര്യത്തിനു വേണ്ടി മതത്തിൻ്റെ ആശയങ്ങളെ വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും തങ്ങളുടെ ഉദരപൂരണത്തിനും സാമ്പത്തികമായ സ്വാർത്ഥമായ താല്പര്യത്തിനും വേണ്ടി മതസന്ദേശങ്ങളെ ദുരുപയോഗം ചെയ്തതാണ്. മഹാനായ പ്രവാചകൻ മരണപ്പെട്ട് 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ അതിശക്തമായി വിമർശിച്ച ഖബർ ആരാധന അഥവാ ജാറ വ്യവസായം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത ഈ തിന്മക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനം സന്ധിയില്ലാ സമരം നടത്തുന്നു. അതേപോലെ തന്നെ മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൗരോഹിത്യം മഹാനായ പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചത് എൻ്റെ കാലശേഷം ചില ആളുകൾ വരാനുണ്ട്, അവർ പഞ്ചസാരയേക്കാൾ മധുരമുള്ള വാക്കുകൾ പറയുന്നവരായിരിക്കും. പക്ഷേ ആകാശത്തിന് കീഴിലുള്ള സൃഷ്ടിജാലങ്ങളിൽ അവർ ഏറ്റവും മ്ലേച്ഛരായിരിക്കും, പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരാണ് അവർ എന്നാണ് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത്. കാലാകാലങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവനോടുകൂടി കുഴിച്ചുമൂടപ്പെട്ടവളായിരുന്നു പെൺകുഞ്ഞ്. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന് കണ്ടാൽ ആ കുഞ്ഞിനെ മണലാരണ്യത്തിൽ കുഴിച്ചുമൂടാൻ അസംസ്കാരത്തിൻ്റെയും അധാർമികതയും വക്താക്കളായിരുന്ന ആ കാടൻ ജനതയ്ക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ടാണ് അവരെ സംസ്കരിച്ചെടുത്തത്. സൃഷ്ടാവിൻ്റെ വചനമായ വിശുദ്ധ ഖുർആനാണ് അവരെ മാറ്റിയെടുത്തത്. പ്രവാചകൻ കൽപ്പിച്ചു, സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ ആരാധനാലയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം. രാത്രിയിൽ പോലും സ്ത്രീക്ക് വേണ്ടി ആരാധനാലയത്തിൽ നിങ്ങൾ അനുമതി നൽകണമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ വാമഭാഗം എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക് അവളോട് കരുണ കാണിക്കണമെന്ന്, ഭാര്യ എന്ന നിലക്ക് അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന്, മാതാവ് എന്ന നിലക്ക് അവളെ ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വിവാഹ കമ്പോളത്തിൽ വിൽപ്പന ചെയ്യപ്പെടുന്ന കേവലം ഒരു ചരക്കായി അവളെ കാണാതെ മാന്യതയുടെയും അംഗീകാരത്തിൻ്റെയും പരമകാഷ്ഠയിൽ സ്ത്രീക്ക് സ്ഥാനം നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് കാലാന്തരത്തിൽ ഈ സമൂഹത്തിൽ കടന്നു വന്ന മതപുരോഹിതന്മാർ സ്ത്രീയെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ ശ്രമിച്ചു. തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യത്തിനു വേണ്ടി സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ സ്ത്രീക്ക് മതം പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചു, സ്ത്രീക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു, സ്ത്രീയുടെ മുമ്പിൽ വിദ്യാലയത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ചത്. 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ പ്രവാചകൻ മുസ്ലിം സ്ത്രീക്ക് ഏത് സ്വാതന്ത്ര്യവും അവകാശവും വകവെച്ചു കൊടുത്തുവോ ആ അവകാശവും സ്വാതന്ത്ര്യവും തിരിച്ചു നൽകാൻ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, പൂർവിക പണ്ഡിതന്മാർ എഴുതിവെച്ച ഗ്രന്ഥങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അനുവദിച്ച സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യവും മതം പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും മുസ്ലിം സ്ത്രീക്ക് തിരിച്ചു നൽകാൻ ഈ പ്രസ്ഥാനത്തിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി തീരുന്ന സന്ദർഭത്തിൽ അത് പലർക്കും നഷ്ടമുണ്ടാക്കും എന്നതുകൊണ്ടാണ് പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഈ ആദർശത്തെ എതിർക്കാനും തച്ചുകെടുത്താനും എന്നും ആളുകൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിയും വിവേകവും ഉള്ളവരാണ്, ചരിത്രം പഠിച്ചവരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വകയായുള്ള ഓരോ അവകാശവാദം ഇവിടെ ആവശ്യമില്ല. കേരളത്തിന്റെ, ഇന്ത്യയുടെ ചരിത്രം ഇവിടെയുള്ള അഭ്യസ്ത വിദ്യരുടെ മുമ്പിൽ കൃത്യമായി നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരന്റെ നുകത്തിന് കീഴിൽ ഇന്ത്യ രാജ്യത്തെ 30 കോടിയോളം വരുന്ന ജനത ഞെരിഞ്ഞമർന്നിരുന്ന 940കൾ ബ്രിട്ടീഷുകാരനെതിരെ പോരാടുന്നത്, ഭരണകൂടത്തിനെതിരെ പോരാടുന്നത് മതവിരുദ്ധമാണ് എന്ന് മതവിധി പുറപ്പെടുവിക്കാൻ പോലും ആ കാലഘട്ടത്തിൽ മതപുരോഹിതന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച മഹാനായ സയ്യിദ് അഹമ്മദ് ഷഹീദിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തെ തടയിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ആ മൂവ്മെന്റ് നൽകിയ പേര് വഹാബി മൂവ്മെന്റ് എന്നായിരുന്നു. അത് തന്നെയാണ് കേരളത്തിന്റെ സാഹചര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വ്യാപിക്കുമ്പോൾ സമൂഹം ഉണരുകയും അതുവഴി തങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് കാണുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്നാമതായി ഇറക്കാറുള്ള കാർഡ് വർഗീയ കാർഡാണ്. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്, അന്യമത വിദ്വേഷം വെച്ചു പുലർത്തുന്നവരാണ് എന്ന്. പക്ഷേ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി നിലനിൽക്കുന്ന ഒരു ചരിത്രം